ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിടിലൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണിത്. ഇത് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ശരീരഭാരം കൂടുമോ അല്ലെങ്കിൽ ഷുഗർ കൂടുമോ എന്നുള്ള പേടിയില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ എല്ലാവർക്കും തണ്ട കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഞാൻ ഷൈനി. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നീളത്തിലാണ് ഞാനിത് അരിഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 3 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർക്കാം. സോസിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഈ ചിക്കൻ പീസിൽ പുരട്ടിയെടുക്കണം. ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇത് പുരട്ടിയെടുക്കാവുന്നതാണ്. മസാല നന്നായി പുരട്ടിയതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ചേർക്കുക. ഗീ ചൂടായി കഴിയുമ്പോൾ ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ചേർത്ത് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് ചിക്കൻ കുക്കായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1/2 കപ്പ് ഫ്രോസൺ പീസ് ചേർക്കാം. 1/2 കപ്പ് സ്വീറ്റ് കോണും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ചിക്കൻ്റെ കൂടെ ഇതെല്ലാം കൂടി കിടന്ന് നല്ലതുപോലെ ഒന്ന് കുക്കാവുന്നത് വരെ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്ത ക്യാരറ്റ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം പൊടിയായി ചോപ്പ് ചെയ്തത് ചേർക്കാം. ഇത് ക്യാരറ്റ് പോലെ തന്നെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ്. അതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. 2 എഗ് യോക്ക് ഒരു ബൗളിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഇത് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ ഞാൻ 1 കപ്പ് ചോറ് വേവിച്ചതാണ്. 1 കപ്പ് ബസ്മതി റൈസ് ക്ലീൻ ചെയ്ത് 20 മിനിറ്റ് കുതിർത്തിയതിന് ശേഷം തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റ് വേവിച്ചെടുത്തതാണിത്. ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത ചോറാണ്. കൂടുതൽ വെന്തുപോയാലും നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വേവ് കുറച്ചെടുത്ത റൈസാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എഗ് യോക്ക് ചോറിൽ നല്ലതുപോലെ പുരട്ടിയെടുക്കാം. ചോറ് ഉടഞ്ഞു പോവാതെ വേണം നമ്മൾ ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഒത്തിരി വെന്തുപോയ ചോറാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതെല്ലാം പൊടിഞ്ഞു പോകും. പിന്നെ ഇത് കൂടാതെ നമുക്ക് വീണ്ടും ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ചോറെല്ലാം ശരിക്കും തേങ്ങാപ്പീര പോലെയാകും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചോറ് ഒന്നിനൊന്ന് തൊടാതെ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചോറിൽ ഞാൻ എഗ് യോക്ക് എല്ലാം നല്ലതുപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് എഗ് വൈറ്റ് എടുക്കാം. 2 മുട്ടയുടെ എഗ് വൈറ്റാണ്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഗീ ചേർക്കാം. ഗീ ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇതിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ചേർത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ് വൈറ്റ് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യണ സമയത്ത് ഉപ്പ് ചേർത്താലും മതിയാവും കേട്ടോ. ഞാൻ ആ സമയത്ത് മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ അല്പം ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ
എഗ് യോക്ക് പുരട്ടി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്തൊക്കെ മിക്സ് ചെയ്യണത് വളരെ സൂക്ഷിച്ച് വേണം, പൊടിഞ്ഞു പോകാതെ നോക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ചോറ് ഒട്ടുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത്. ചോറ് ഹാഫ് കുക്ക്ഡ് ആണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. എഗ് യോക്കും കുക്കാകണം, ചോറ് ഒന്നുകൂടി നമുക്ക് കുക്കായി കിട്ടണം. ഇപ്പോൾ ചോറെല്ലാം ഒട്ടുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇത് കുക്കായി കഴിയുമ്പോഴേക്കും ചോറ് ഒട്ടാത്ത രീതിയിൽ വിട്ട് കിടക്കും. അപ്പോഴാണ് കറക്റ്റ് പാകമാകുന്നത്. അതുവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ചോറെല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. റൈസ് ഇതിനകത്ത് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ചിക്കൻ പിന്നെ അതുപോലെ അതിൽ ചേർത്തിട്ടുള്ള വെജിറ്റബിളൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ചോറ് കൂടുതൽ കഴിച്ചൊന്നും വരില്ല. വളരെ കുറച്ച് ചോറ് നമ്മൾ ഇതുപോലെ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാൽ നമ്മുടെ ഉള്ളിൽ ചെല്ലുള്ളൂ. ഈ അളവിലുണ്ടാക്കിയാൽ ഈ ഫ്രൈഡ് റൈസ് 4 പേർക്ക് കഴിക്കാൻ പാകത്തിനുണ്ടാകും. ഒത്തിരി ഡ്രൈ ആയി പോകാതിരിക്കാൻ നമുക്കൊരു 3 ടീസ്പൂൺ റൈസ് സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലെ ചോറും വെജിറ്റബിൾസും ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഇതിലേക്ക് ഇനി അല്പം കുരുമുളക് പൊടി തൂവി കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് തൂവി കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കോറിയാൻഡർ ലീവ്സ് ആണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കാം. ഇപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ആർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസാണിത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. 4 പേർക്കുള്ള ഭക്ഷണമാണിത്. അപ്പോൾ ഇതിൽ 4-1 എടുത്തു കഴിഞ്ഞാൽ 1/2 കപ്പ് ചോറ് പോലും ഇതിനകത്ത് കാണില്ല. അപ്പോൾ ഡയബറ്റീസുകാർക്കും വെയിറ്റ് ലോസുകാർക്കും അതുപോലെ സാധാരണക്കാർക്കും കഴിക്കാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. Thank you.